നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി റോഷൻ ഹരിപ്രകാശ്. റോഷൻ ഹരിപ്രകാശിന്റെ വയസ്സ് 28, ഹൈറ്റ് 5'8", തൃക്കേട്ട നക്ഷത്രം, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MSW MBA, HR പ്രൊഫഷണലായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ ഹരിപ്രകാശ്, അവർ ഒറ്റപ്പാലം സ്വദേശിയാണ്. അമ്മ മാലിനി. ഇവര് താമസിക്കുന്നത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. കറന്റ്ലി അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. താല്പര്യമുള്ള ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വീട്ടിൽ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉള്ളപ്പോൾ അച്ഛനമ്മമാർ കുറച്ച് വറീഡാണ്. എന്തിനും ഏതിനും അവർ അയ്യോ ഇതെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആർക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല എവിടെ കൊണ്ടേ ഇത് എത്തിക്കണം എന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വിവാഹപ്രായം എത്തിയ മക്കളുമായി നന്നായി സംസാരിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. അവർക്ക് പല കാര്യങ്ങൾ പറയാണ്ടാവും. ഇന്ന ജോലി സ്ഥലം വേണം, ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന ഹൈറ്റ് വേണം, ഇതൊക്കെ കൃത്യമായിട്ട് അവർ പറയും. കഴിയാവുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത്, നല്ല ഒരു പ്രൊഫൈൽ എഴുതിയുണ്ടാക്കുക. പ്രൊഫൈൽ എഴുതിയുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത് ജാതക വർത്തമാനങ്ങൾ കുറയ്ക്കുക. എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കാട്ടുക. ഏതൊക്കെ സ്കൂളിൽ പഠിച്ചു, ഏതൊക്കെ കോളേജിലാണ് പഠിച്ചത്, എന്തൊക്കെയാണ് സബ്ജക്റ്റ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതുക. അടുത്തത്, ജോലി കാര്യങ്ങൾ, ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, എത്ര രൂപ സാലറി ഉണ്ട്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതുക. പിന്നെ അച്ഛൻ അമ്മ ഇവരെയൊക്കെ പറ്റി ഉള്ള ഡീറ്റെയിലുകൾ എഴുതുക. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഏതാണ്. ജാതകത്തിന്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ കഴിയാവുന്നതും ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ഈ 3 കാര്യം മാത്രം എഴുതിയാൽ മതി. ശുദ്ധജാതകം, ദോഷജാതകം എന്നൊക്കെ കഴിയുന്നത് എഴുതാതിരുന്നാൽ അത്രയും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഓരോ പണിക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്യും. ചില പണിക്കർ പറയും ശുദ്ധജാതകമാണെന്ന്, ചില പണിക്കർ പറയും ദോഷജാതകമാണെന്ന്. എവിടെയും കൊണ്ടേ എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതെല്ലാം പ്രൊഫൈലെല്ലാം നന്നായി എഴുതിയതിനു ശേഷം ഹൈറ്റ്, വെയിറ്റ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എഴുതുക. ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, എല്ലാ വിവരങ്ങളും അവർ തന്നിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിലായിട്ട് രജിസ്റ്റർ ചെയ്യുക. എങ്ങനെയാണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറച്ചെങ്കിലും പ്രൊഫൈൽ അവർ നന്നായിട്ട് തരുന്നുണ്ടെങ്കിൽ അവരൊരു നല്ല മാട്രിമോണിയൽ സൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ രജിസ്റ്റർ ചെയ്തു പിന്നെ നിങ്ങൾ വിളിച്ച ഫോൺ എടുക്കില്ല, അങ്ങനത്തെ ടീമുകളുടെ അടുത്തേക്ക് പോവാതിരിക്കുക. അപ്പോൾ 1-2 ആളോടൊക്കെ അന്വേഷിക്കുക ഇവരൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് രജിസ്ട്രേഷൻ സമയത്ത് ചോദിക്കുക എത്ര രൂപയാണ്, എന്തൊക്കെയാണ്, കല്യാണം ശരിയായി കഴിഞ്ഞാൽ വല്ല പൈസയുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിക്കുക. ഇതെല്ലാം ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ അവർ നാളെ പ്രൊഫൈൽ അയക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കുക. ഫോട്ടോ സഹിതം കാട്ടിക്കൊടുക്കാൻ ശ്രമിക്കുക. കുട്ടികൾ പറയണം ഫോട്ടോ കണ്ട ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അത് വെച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കുട്ടികളുടെ വാട്സാപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അവർ തമ്മിൽ നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. വാട്സാപ്പ് കൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പല ഇതുണ്ടല്ലോ. ഇപ്പോൾ ഫോൺ കൂടെ തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അവർ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. അതിനുശേഷം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കുക. കഴിയുന്നതും വീട്ടിലല്ല, പുറത്ത് വെച്ച് കാണുക. അതിനുശേഷം മാത്രം മതി പെണ്ണ് കാണൽ ചടങ്ങ്. പെണ്ണ് കാണൽ ചടങ്ങ് കഴിയാവുന്നത്ര ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അല്ലാതെ ഒരു കാരണവശാലും ചാടിക്കയറി പെണ്ണ് കണ്ട് നോ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത്
വിശദമായി അവർ പുറത്ത് വെച്ച് കാണുക, നന്നായിട്ട് സംസാരിക്കുക. എഡ്യൂക്കേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, വല്ല ലോണുകൾ വല്ലതും ഉണ്ടോ, എല്ലാം വിശദമായിട്ട് സംസാരിക്കുക. ഇതെല്ലാം സംസാരിച്ചതിന് ശേഷം മാത്രം പെണ്ണ് കാണാൻ ചടങ്ങിനൊക്കെ പോവുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച നല്ല രീതിയിൽ ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. റിട്ടയർഡായ അച്ഛനമ്മമാർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് മംഗളമായിട്ട് തന്നെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.